അങ്ങനെ ഒരുപാട് കാലത്തെ പ്ലാനിങ്ങിൻ്റെയും കൂട്ടലിൻ്റെയും കുറയ്ക്കലിൻ്റെയും ഒക്കെ ശേഷം അവസാനം ഞങ്ങൾ പഴയ 10ാം ക്ലാസ്സുകാരൊക്കെ പാടെ ഹൈദരാബാദ് ട്രിപ്പ് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ലേഡീസ് ഓൺലി ഹൈദരാബാദ് ട്രിപ്പാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിൽ കയറി ഹൈദരാബാദിൽ പോവാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂർ ദൂരം മാത്രമേ കേട്ടോ നമുക്ക് കോഴിക്കോട്ട് നിന്ന് ഹൈദരാബാദിലേക്ക്. നമ്മൾ ഓൾറെഡി വണ്ടിയൊക്കെ പ്രീ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. രാത്രി ഹൈദരാബാദ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പോണ വഴി ഞങ്ങളെ വെൽക്കം ചെയ്യാനെന്നുള്ള പോലെ ഒരുപാട് ഫയർ വർക്കുകളൊക്കെ കണ്ടു കേട്ടോ. എന്തോ കല്യാണത്തിൻ്റെ പരിപാടിയോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് ഫയർ വർക്ക്സ്. ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞു, ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഫുള്ള് ഫയർ വർക്ക്സ് ഒക്കെ ആയിരിക്കും. ഈവനിങ് റിസപ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴേ ഫുള്ളിങ്ങനെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ നമ്മൾ ബിക്കനർവാല ബുട്ടീക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ബഞ്ചാര ഹിൽസിലുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹൽദിറാമൊക്കെ ഉള്ള പോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ചെയിനാണ് കേട്ടോ ഈ ബിക്കനർവാല. അവർ പ്യൂർ വെജാണ്. നല്ലൊരു പ്യൂർ വെജ് റെസ്റ്റോറൻറ്റും അതിലുണ്ട്. നല്ല ട്രിപ്പ് അഡ്വൈസറിൻ്റെയും ഗോയബിബോൻ്റെയും മേക്ക് മൈ ട്രിപ്പിൻ്റെയൊക്കെ എബവ് 4 റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു ഹോട്ടലാണ്, നല്ല സേഫാണ്. ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും പോകാനും വളരെ കുറച്ച് ഡിസ്റ്റൻസ് പോയാൽ മതി. ഒരുവിധ മേജർ അട്രാക്ഷൻസൊക്കെ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയാണുള്ളത് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു റൂം ടൂർ കാണാം. റൂമിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഹീറ്ററുണ്ട്, കെറ്റിലുണ്ട്, പിന്നെ ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. റൂം കുറച്ച് കൺജസ്റ്റഡ് ആണ്. വലിയ ഒരു കിങ് സൈസ് ബെഡൊക്കെ ഉണ്ട്. റൂമിൽ ഒരുപാട് സ്പേസ് ഇല്ല. നമുക്കൊരു സോഫ സെറ്റും അതിനുള്ള സ്പേസ് ഇല്ല കേട്ടോ. ബാത്റൂമിൽ പിന്നെ നമുക്ക് ടൂത്ത് ബ്രഷും അത്യാവശ്യം വേണ്ട ടോയ്ലറ്ററീസ്, ഷാമ്പൂ, സോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേഷനൊക്കെ ഉണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഷവർ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ നീറ്റാണ് ബാത്റൂമൊക്കെ, അത്യാവശ്യം നല്ല നീറ്റാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ടവൽസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ അന്നും കിടന്നുറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നല്ല ടിപ്പിക്കൽ ബിക്കനർവാലക്കാരുടെ അവരുടെ ആ ടേസ്റ്റ് അവർ ആ ബ്രേക്ക്ഫാസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഹോട്ടലിലും ഉണ്ടാവണ പോലെ ഒരു ബുഫേ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കല്ല. ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനത്തെയൊക്കെ അവരിങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ കുറേ ബംഗാളി സ്വീറ്റ്സും പിന്നെ ബദാമും കാഷ്യൂം പോലത്തെ നട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ടവർക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ മസാല ദോശ വേണമെങ്കിൽ അതുണ്ട്, നെയ് റോസ്റ്റ് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ നമ്മുടെ അടിപൊളി ചോളേ ഭട്ടൂരയുണ്ട്. പിന്നെ കണ്ടോ ഡെസേർട്ട്സ് ആയിട്ട് ഗുലാബ് ജാമുനും മാൽപ്പുവയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്, നമുക്ക് എപ്പോഴും കിട്ടാത്ത ചോളേ ഭട്ടൂരുണ്ട്. പിന്നെ ഗോബി മൂലി പൊറാട്ട എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കേട്ടോ. പിന്നെ കുറേ കച്ചോരി ഉണ്ട്, ഒരുപാട് സമൂസകൾ, ചാട്സ് വേണമെങ്കിൽ ചാട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. നല്ല ആലു സമൂസ, നമ്മളെ പഞ്ചാബി സമൂസ പോലത്തെ. പിന്നെ കുറേ ടൈപ്പ് കച്ചൂരികൾ. ഈ കച്ചൂരിയൊന്നും ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇതൊക്കെ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും അവിടെ പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ടേബിളിൽ എത്തിക്കും. പിന്നെ കുറേ വെറൈറ്റി സമൂസകളും. പിന്നെ ഈ ധോക്കല എന്ന് പറഞ്ഞ സാധനം, ഇതും അതെ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ധോക്കല കാണാൻ നല്ല രസമുണ്ട് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മളൊന്ന് ബേക്കറി വിസിറ്റ് ചെയ്യാൻ പോയിട്ടോ. ബേക്കറി അതിനോട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ്, അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇവരിങ്ങനെ ഒരുപാട് ഐറ്റംസ്, ഇവരിങ്ങനെ പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടൈപ്പ് പക്കോട, കുറേ പനീർ, ഈ ദാൽ തടുക്ക എന്നൊക്കെ പറഞ്ഞ സാധനം, പിന്നെ പാവ് ബജിയുടെ മിക്സും അതിൻ്റെ ബ്രെഡും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാക്കറ്റ്സൊക്കെ നമ്മൾ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ. ഇവരുടേതാകുമ്പോൾ അവരുടെ ആ ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങി പോകാൻ തോന്നി കേട്ടോ. പിന്നെ ഇവരുടെ പിക്കിൾസ്, ഇവരുടെ ഒരുപാട് ഈ ആലു ഭുജിയ അങ്ങനത്തെ കുറേ വെറൈറ്റി മദ്രാസി മിക്സ്ചറൊക്കെ പോലത്തെ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവന്നിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കണ്ടോ. ഈ കുർക്കുറേ ഭുജിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സ്വീറ്റ്സും ഉണ്ട് കേട്ടോ. പ്യൂർ ഗീ സ്വീറ്റ്സ് കണ്ടോ. ഗീയിൽ വരുന്ന ഒരു ടൈപ്പ് ജിലേബി, പനീർ കൊണ്ട് ഉണ്ടാക്കിയ ജിലേബി. ഇതൊന്നും നമ്മുടെ നാട്ടിൽ വാങ്ങാൻ പോലും കിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ആഗ്ര പേട എന്ന് പറയുന്ന പേട ഡൽഹിയിൽ നിന്നൊക്കെ പോകുമ്പോൾ വാങ്ങണ. പിന്നെ കുറേ ബംഗാളി സ്വീറ്റ്സും കുറേ ആന്ധ്ര സ്വീറ്റ്സും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കേക്കുകളുണ്ട്. കേക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രസഗുളയും പിന്നെ ഈ രാജ്ഭോഗ് എന്നൊക്കെ പറഞ്ഞ ഏകദേശം ഗുലാബ് ജാമുൻ രസഗുളയൊക്കെ പോലെയുള്ള നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇതുപോലെ ഷുഗർ സിറപ്പ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മുറുക്കുകൾ, പക്കവടകൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ നാട്ടിൽ ഇവിടുന്ന് തന്നെ ഇഷ്ടംപോലെ വാങ്ങിക്കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് പർച്ചേസ് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് എത്തി. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സമൂസ, നമ്മൾ ഈ പഞ്ചാബി സമൂസ എന്നൊക്കെ പറയുന്ന പോലത്തെ ആലു സമൂസ ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. അതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയും പിന്നെ ടാമറിൻ്റെ ചട്നിയൊക്കെ ഉണ്ട്, നമ്മുടെ പുളിയുടെ ചട്നി. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും സംഭവം. അപ്പോഴേക്കും നമ്മുടെ മസാല ദോശ വന്നു. പിന്നെ നല്ല ഈ പോട്ടിലുള്ള ചായ, നല്ല മണ്ണിൻ്റെ
ഇതിലൊക്കെയാണ് ചായ. പിന്നെ ഈ കച്ചൂരി എന്ന് പറഞ്ഞ സാധനം, ഈ കച്ചൂരി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് കട്ടിയാണ്, ഞാൻ വിചാരിച്ച സംഭവം സോഫ്റ്റാണെന്നാണ്. പിന്നെ ഡാർക്ക് കളറിൽ ഉള്ളിയോ എന്തൊക്കെയുള്ള ഒരു എരിവൊക്കെയുള്ളൊരു മസാല, അതെനിക്ക് വലിയ ഇഷ്ടമായില്ല ഈ കച്ചൂരി. പിന്നെ ഈ ഡോക്കില, അത് 2-3 ഉപ്പിലിട്ട മുളകിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു വെള്ളമൊക്കെ ആയിട്ട് സംഭവം ഭയങ്കര കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഏറി ആയിട്ട്. പിന്നെ ചോളേ ഭട്ടൂരേ വന്നു, അതും ഭയങ്കര ടേസ്റ്റാണ്, അതും കഴിച്ചു. പിന്നെ ഇതാണ് ഈ ഗോബി മൂലി പൊറോട്ട, റാഡിഷും ഗോപിയൊക്കെ കൂടി ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പൊറോട്ട. പനീർ പൊറോട്ട വേണമെങ്കിൽ അതുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് കേടും നല്ല അടിപൊളി മാങ്ങച്ചാറൊക്കെ സെർവ് ചെയ്യും കേട്ടോ. മസാല ദോശയുടെ മസാലയും തന്നെ ഭയങ്കര കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് ഒരു ടിപ്പിക്കൽ വെജ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ നമ്മൾ. പിന്നെ കണ്ട ചോളേ ഭട്ടൂരേ നോക്ക്, നല്ല വീർത്ത് നല്ല ബോൾ പോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുള്ള ഉള്ളിയും സവാളയും പിന്നെ പനീറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചോളേ ഭട്ടൂരയിലുള്ള ചോളയിൽ. അതൊക്കെ കൂട്ടിയൊന്ന് കഴിക്കണം കേട്ടോ, ഭയങ്കര ഹെവൻലി ടേസ്റ്റാണ്. അങ്ങനെ അതിൻ്റെ ശേഷം ഡെസേർട്ടും ഉണ്ട്. സാധാരണ നമുക്കൊരു ഹോട്ടലിലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഡെസേർട്ട്സ് കിട്ടാറില്ല, ഇതിലൊരുപാട് വെറൈറ്റി ഡെസേർട്ട്സ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ, പിന്നെ ഈ മാൽപ്പുവ എന്ന് പറഞ്ഞ സാധനം, നമ്മളെ ബോളിയൊക്കെ പോലെ, നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പായസത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോളിയില്ലേ, അതുപോലെ ഒരു സാധനം ഷുഗർ സിറപ്പിലിട്ടിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് കഴിക്കണമെങ്കിലും സംഭവം നല്ല ഇഷ്ടമായി എനിക്ക്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനും മാൽപ്പുവയൊക്കെ കഴിച്ചു. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരാണ് ഈ മൂങ്ക് ദാൽ ഹൽവ. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ മാൽപ്പുവാണ് ഈ 3 സാധനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഭയങ്കര ടേസ്റ്റി, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു അപ്പം പോലെ ഒരു സാധനം ഷുഗർ സിറപ്പിലിട്ട് വെച്ചേക്കുക. ഇതാണ് മൂങ്ക് ദാൽ ഹൽവ. ഈ മൂങ്ക് ദാൽ ഹൽവ ഒരു ആവറേജ് ടേസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ലഡുവൊക്കെ പൊടിച്ച് ഒരു ഗീലൊക്കെ മിക്സ് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഒരു ഗ്രാൻഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ബസ്സിൽ നമ്മൾ ട്രിപ്പ് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ കാണാൻ പോയത് ബിർള മന്ദിറാണ് കേട്ടോ. ഈ ബിർള മന്ദിർ ഫുള്ള് വൈറ്റ് കളറിലാണ്. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ക്യാമറയും ഫോണും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് അവർ ലോക്കറിൽ അത് വാങ്ങി വെക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് കുറേ സ്റ്റെപ്പൊക്കെ കയറി പോകണം കേട്ടോ. ഫുള്ള് വൈറ്റ് മാർബിളിലുണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. അങ്ങനെ ബിർള മന്ദിർ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഹൈദരാബാദ് ഐക്യ കാണാൻ പോവുകയാണ്. ഐക്യയിലൊരു ഷോപ്പിംഗ് പ്ലാൻ ഉണ്ട് കേട്ടോ. ഐക്യയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എയർപോർട്ടിലേക്ക് സെക്യൂരിറ്റി ചെക്കിൻ പോലെ ബാഗ് സ്ക്രീനിങ്ങും ചെക്കിനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന ഒരു ബ്രോഷർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ്, ഏതൊക്കെ ലെവലിലാണെന്നും ഒക്കെ കറക്റ്റായിട്ട് വെൽ പ്ലാൻഡ് ആണ്, ഒരു നമ്പർ ഓർഡറിലാണ്, അത് നോക്കി അങ്ങനെ പോയാൽ മതി കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. 16,000 രൂപയുടെ ഈ ടേബിൾ ചെയർ സെറ്റ് ഉണ്ട്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ന്യൂ അറൈവൽസും കുറേ ഓഫേഴ്സുള്ള 129 റുപ്പീസിൻ്റെ പ്ലേറ്റുകളൊക്കെ നല്ല വെറൈറ്റി കളറായിട്ടുള്ളത്. 199 റുപ്പീസിന് കണ്ട നല്ല കറിയൊക്കെ വിളമ്പാനുള്ള സൈസുള്ള വലിയ ബൗളുകൾ. പിന്നെ ഒരുപാട് ക്യാൻഡിൽസ്, പിന്നെ കണ്ട കുറേ ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസും ജ്യൂസ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ ജ്യൂസ് ഹോൾഡറൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ 199 രൂപ 189 രൂപയൊക്കെയുള്ള കേട്ടോ ഈ ഗ്ലാസ് ബൗളുകൾക്കൊക്കെ വില. പിന്നെ ഒരുപാട് ഈ അച്ചാറൊക്കെ ടേബിളിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ജാറുകൾ കേട്ടോ. കാണാൻ നല്ല ലുക്കുണ്ട്. ഇതിന് 500 വിലയുണ്ട്. നല്ല വുഡൻ ലിഡൊക്കെ ഉള്ള നല്ല മെറ്റലിൻ്റെ ജാറുകളാണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ കണ്ടോ ഓരോ ഐറ്റംസിൻ്റെയും വില ഇട്ടിട്ടുണ്ടാവും. ഈവൻ ബ്രഷ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പൈപ്പിൻ്റെയും സിങ്കിൻ്റെയും പിന്നെ ഈ സോപ്പ് ഡിസ്പെൻസറിൻ്റെയും എല്ലാത്തിൻ്റെയും വിലകൾ ഇങ്ങനെ വേറെ വേറെ തൂക്കിയിട്ടുണ്ടാവും കേട്ടോ. ഈ പൈപ്പിനൊക്കെ 7,500 രൂപ. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവരുടെ സിറ്റിങ്സും ആ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് ഈ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ തോന്നും. പ്ലേറ്റുകളൊക്കെ കണ്ടോ അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുള്ളതുകൊണ്ട് സിംഗിൾ പീസ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഈ ഗ്ലാസ് കണ്ടില്ലേ. 700 സംതിങ് ആണ് 6 ഈ സെറ്റിൻ്റെ വില. 799 4 പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വലുതും ചെറുതും അങ്ങനെ പല പല ഡിസൈൻസിലും ഒരുപാട് ഫ്ലോർ കുറേ സാധനങ്ങളുണ്ട്. 2 ഫ്ലോറിലായിട്ടാണ്. ഓരോ ഏരിയയ്ക്ക് ഇങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് തന്നെ പോകാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മളെ ഈ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ സാധാരണ നമുക്ക് വെള്ളം ഡിസ്പെൻസ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ വാട്ടർ ബോട്ടിലില്ലേ, ഇങ്ങനെ ഒരു കോർക്ക് പോലെ അങ്ങോട്ടും അടപ്പ് നീക്കാൻ പറ്റിയ ഈ വാട്ടർ ബോട്ടിലുകൾക്കൊക്കെ 199 റുപ്പീസേ ഉള്ളൂ. ഞാനിത് നാട്ടിൽ പണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മലപ്പുറത്തൊക്കെ ഉള്ള ഷോപ്പിലേക്ക് ഇതിനൊക്കെ 300 സംതിങ് ഒക്കെ റേറ്റ് കണ്ടിട്ടുണ്ട്. ഇത് വെറും 199. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങി, കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും ആലോചിച്ചില്ല, അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇത് നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡാണ്, ടേബിളിലൊക്കെ വെക്കണേ. നല്ല ഭംഗിയുള്ള ക്യാൻഡിൽ സ്റ്റാൻഡുകളും കുറേ ക്യാൻഡിലുകളും ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ഈ ക്യാൻഡിൽസിൻ്റെയൊക്കെ വലിയ സെറ്റ്, എല്ലാം ചെറിയ വിലയുള്ളൂ. പിന്നെ കിച്ചൺ ടവൽസ്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ അറേഞ്ച് ചെയ്യാം. കണ്ടോ എന്ത് ഭംഗിയുള്ള ക്യാൻഡിലുകളൊക്കെ 400 ആണ് വലിയ 4 എണ്ണമൊക്കെ ഉള്ള സെറ്റിന് വരുന്നത് കേട്ടോ.
നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് ഈ ടിഷ്യൂ ഹോൾഡേഴ്സും അങ്ങനത്തെ ഇതുണ്ട്. ഇതൊക്കെ ടിഷ്യൂ ഹോൾഡറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. 400 499 ആണ് ടിഷ്യൂ ഹോൾഡറിൻ്റെയൊക്കെ വില. അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഐക്യ ഷോപ്പിംഗ് പ്ലാൻ ഉണ്ട് കേട്ടോ. ഐക്യയിൽ നിന്ന് തന്നെയാണ് ലഞ്ചും കഴിക്കാൻ പോകുന്നത്. ഇതുണ്ട് ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ നല്ല ഭംഗിയല്ലേ. ഈ ലോട്ടസിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ വെക്കണ പോലെ സ്റ്റാൻഡ് വേറെ കിട്ടും. ക്യാൻഡിൽസ് എത്ര വേണമെങ്കിലും പാക്കറ്റായിട്ട് കിട്ടും. സോഫയും കുഷ്യൻസും ഒക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കുഷ്യൻസൊക്കെ ഒരു 300 റേഞ്ചിലൊക്കെ കുഷ്യൻസ് ഉണ്ട്. ടിഷ്യൂ ബോക്സുകളുണ്ട്. ടിഷ്യൂ ആയിട്ട് വാങ്ങണമെങ്കിൽ അതിൻ്റെ പാക്കറ്റ്സ് ഉണ്ട്, ബ്രൗൺ ആയിട്ടുള്ളതും വൈറ്റും ഒക്കെ കേട്ടോ. ഈ സ്റ്റാൻഡ് ഞാൻ വാങ്ങി, എനിക്ക് നല്ല ഇഷ്ടമായി. 499 റുപ്പീസാണ്. ടേബിളിലൊക്കെ ടിഷ്യൂ ഹോൾഡറായിട്ട് വെക്കാൻ. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറുള്ള ഒരു ടിഷ്യൂ ഹോൾഡർ. നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറാം കേട്ടോ. 2 ഫ്ലോറാണ് ഉള്ളത്. പിന്നെ കുറച്ചൊരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് പ്ലേസ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഉള്ളത്. പാർക്കിംഗ് അല്ലാണ്ട് നല്ല വെൽ അറേഞ്ച്ഡ് ആണ് കേട്ടോ. ഇത് ചോദിച്ചാലും കറക്റ്റായിട്ട് സ്റ്റാഫ് പറഞ്ഞു തരികയും ചെയ്യും. കണ്ടോ, ഇത് നമ്മൾ ഈ കോണി കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തൊക്കെ എന്തോ ഡെക്കറേറ്റ് ചെയ്യാനിട്ട സാധനമെന്ന് ആദ്യം വിചാരിക്കുക. ഇതാ ടേബിൾ ക്ലീനറാണ്. 99 റുപ്പീസിനുള്ള ടേബിൾ ക്ലീനർ. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, സ്വീറ്റിഷ് റെസ്റ്റോറൻറ്റ്. 100 രൂപ 150 രൂപ എന്നൊക്കെ ബോർഡ് വെച്ചേക്കണം ഓരോ ഐറ്റംസിൻ്റെ. അത്രയൊക്കെ റേറ്റും ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര എക്കണോമിക്കലാണ്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കിട്ടും. കണ്ടോ, കിട്ടാത്തൊരു സാധനം ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസുകൾ, 299 വലിയ ക്യാൻഡിലുകളും വിത്ത് സ്റ്റാൻഡ്. അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ബാക്കി ഷോപ്പിംഗ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ ഒരുപാട്